സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. വഴിക്കടവ് പുന്നപ്പുഴയിൽ മുങ്ങിത്താഴുകയായിരുന്ന 8 വയസ്സുകാരനെ രക്ഷപ്പെടുത്തി 11കാരൻ. വഴിക്കടവ് മുണ്ട ഗ്രീൻലാൻഡ് പുല്ലേങ്ങൽ ഷംസുദ്ദീന്റെ മകൻ അമൽ ഷാനാണ് തന്റെ കളിക്കൂട്ടുകാരൻ ഷെബിൻ ഷാനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത്. കാറ്റും മഴയും കാരണം പ്രദേശത്ത് 2 ദിവസമായി കറണ്ടില്ലായിരുന്നു. പൈപ്പിൽ വെള്ളമില്ലാത്തതിനാൽ ബന്ധുക്കളോടൊപ്പമാണ് കുട്ടി കുളിക്കാനും തുണികൾ കഴുകാനുമായി പുന്നപ്പുഴയിലെ അത്തിക്കുണ്ട് കടവിലെത്തിയത്. പുഴയിൽ നീന്തി കുളിക്കുന്നതിനിടെ ഷെബിൻ ഷാൻ കയത്തിലകപ്പെട്ടു. ഷെബിൻ ഷാൻ മുങ്ങിത്താഴുന്നത് കണ്ട് അമൽ ഷാന്റെ ബന്ധു അബൂബക്കർ പുഴയിലേക്ക് ചാടി രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി. എന്നാൽ അബൂബക്കർ ചുഴിയിലകപ്പെട്ട് കുഴയുന്നത് കണ്ടതോടെ അമൽ ഷാൻ പുഴ ഓരത്തിലെ മുളങ്കാടുകൾക്കിടയിലൂടെ താഴേക്കോടി പുഴയിലേക്ക് എടുത്തു ചാടി. കൂട്ടുകാരനെ വാരിയെടുത്ത് അതിസാഹസികമായി കരയിലെത്തിച്ചു. കുട്ടികളെല്ലാരും കൂട്ടമായിട്ട് അവിടെ കുളിക്കുന്നു. ഈ കുട്ടിയെ ആദർശികമായിട്ട് ആ പാർമെന്ന് ഇങ്ങനെ കീഴ്പ്പെട്ട് ഇങ്ങനെ ഇറങ്ങി വന്ന് അവൻ പറഞ്ഞ് കുറെ മണലുണ്ടടാ വേരിയടാ പറഞ്ഞു. കുട്ടിയും മറ്റുള്ളവരാരും വന്നില്ല. ഇപ്പം മണല് വാരാൻ വേണ്ടി ഒന്ന് കുമ്പിട്ടതാ. ഒഴുക്കുള്ള സ്ഥലമായതുകൊണ്ട് അവനെ ഒഴുക്കാണ് താഴെക്കിട്ടു. അത് കണ്ടൊക്കെ തന്നെ ഞാൻ കൂടെ ചാടി. പിന്നെ ഞാൻ നോക്കിയെടുത്തല്ല കുട്ടി. പിന്നെ ഞാൻ ഉടുത്ത മുണ്ട് എറിഞ്ഞു കൊടുത്തു. അവിടെയും കുട്ടിയില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടി ചെന്നപ്പോൾ ഞാൻ തന്നെ വെള്ളം കുടിച്ച് മുങ്ങിപ്പോയി. പിന്നെ കുട്ടി ഇടക്കിടക്ക് നോക്കുമ്പോൾ ഇപ്പം താഴും പൊന്തും കണ്ടപ്പോൾ വളരെ രക്ഷിതാവ് എന്നുള്ള ആൾക്ക് പിന്നെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവര് പോയി രക്ഷപ്പെടുത്തണമെന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നെ കൊണ്ട് കാണാനും കഴിഞ്ഞിട്ടില്ല. ഞാൻ അവസാനമായി. പിന്നെ എന്നെ 2 സാള് കെട്ടിങ്ങാണ്ട് കരക്കൊക്കെ എത്തിച്ചിക്ക. പുറത്തുള്ള എന്റെ ഭാര്യ ഉണ്ടായിരുന്നു, മരുമകളും ഉണ്ടായിരുന്നു. എല്ലാരും കൂടി കൂട്ടമായിട്ട് അന്ന് ഇവിടെ വീട്ടില് കറണ്ട് ഇല്ലാത്തോണ്ട് വെള്ളിയാഴ്ചയല്ലേ അപ്പൊ കുളിക്കാൻ വേണ്ടി പോയതാ. നല്ല ആഴമുള്ള സ്ഥലമാണോ? ഒരു 20 അടിയോളം ആഴ്ച വരും. നല്ല കുത്തൊഴുക്ക് പറഞ്ഞാൽ ഈ കുട്ടി ചെറുതായതുകൊണ്ട് കുമ്പിട്ട് നിന്നതോടുകൂടി വെള്ളത്തിന് ഓനെ തള്ളാനുള്ള ദമ്മൊക്കെ ഉണ്ട്. അപ്പൊ സമയത്ത് ഒരു പാറ ഇങ്ങനെ വിലങ്ങിന് കിടക്കല്ലേ. അപ്പൊ പാറിന്റെ അടിയിൽ കൂടി ലേശം വെള്ളം വരുന്നിടത്ത് കുറച്ച് മണല് കൂടി കിടക്കുന്നുണ്ട്. മറ്റുള്ള കുട്ടികളും കൂടി ആ മണല് കാണാൻ ഇറങ്ങിക്കുകയാണെങ്കിൽ ഒരു കൂട്ടം മരണം തന്നെ സംഭവിക്കും. എന്റെ കൈ കിട്ടാഞ്ഞത് എന്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും അന്ന് അപ്പൊ അവിടെ വെള്ളത്തിൽ പോകും. കാരണം കുട്ടി എന്നെ പിടിക്കും ചെയ്യും, എനിക്ക് നീന്താനും കഴിയൂല. ഇവൻ താഴ്ചയില് താന്ന് പൊന്തി നിൽക്കണണ്ടപ്പോ ഞാൻ ആകെ തളർന്നു പോയി. പിന്നെ എന്റെ ഇത് കാണിക്കണില്ല ഇവര്. കാരണം എല്ലാവരും കുട്ടിനെ നോക്കണം. എനിക്ക് പിന്നെ കുട്ടിയെ ഇവര് പോയി രക്ഷപ്പെടുത്തിയതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ഇവർക്ക് അരക്ക് കയറ്റിയിട്ടു. പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടു? ഓല് 2 സാള് കൂട്ടി കെട്ടി എറിഞ്ഞു തന്നു. മരോളും ഭാര്യയും കൂടി. മരോളൊക്കെ കയറിയൊക്കെ തന്നെ തൊള്ളിയിലൊക്കെ കൈയിട്ട് കാണ്ട് കുട്ടിനെ കൊണ്ട് കുറച്ച് ഛർദിപ്പിച്ചോ. മറ്റോ കൃത്രിമ ശ്വാസമൊക്കെ കൊടുത്തു പേരക്കുട്ടി. പിന്നെ വെള്ളം കുടിച്ചു നോക്കി. ആ ഓന്റെ മേത്ത് കൂടെ ഒക്കെ ആകെ മുറിയൊക്കെ ആയിരുന്നു. അതൊന്നും ബാഗ് വെച്ചിട്ടില്ല. അത്രയും ചെറിയൊരു കുട്ടിക്ക് അങ്ങനെ ഒരു ബുദ്ധി പടച്ചോന്ന് തോന്നിച്ചുകൊണ്ട് അവന്റെ ജീവൻ രക്ഷപ്പെടുത്തി. ഷെബിൻ ഷാന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നുവെങ്കിലും CPR കൊടുത്ത് ബോധം വീണ്ടെടുത്തു. വഴിക്കടവ് മുണ്ട MOUP സ്കൂൾ 6ാം ക്ലാസ്സിൽ നിന്നും ഇത്തവണ 7ലേക്ക് ജയിച്ച വിദ്യാർത്ഥിയാണ് അമൽ ഷാൻ. അരിമ്പ്രത്തൊടിക സുനീർ ബാബുവിന്റെ മകനാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഷെബിൻ ഷാൻ. അത്തിക്കുണ്ട് കടവിൽ കയത്തിൽ ഇതിനകം 6 പേർ മുങ്ങി മരിച്ചതായി നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198.